ഇപ്പോൾ ശശി തരൂർ എം പി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് വിടുന്നവരെ ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെക്കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ മാധ്യമത്തിൽ ഇതൊക്കെ കാണുന്നു. എനിക്കറിയില്ല എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല തെളിവുണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി തരേണ്ടത്. പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഒരു എഴുത്തുമില്ല, ഒരു വാർത്തയുമില്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് എന്താണ് ഈ ചോദ്യങ്ങൾ? ഇത് ഇപ്പൊ നമ്മുടെ മാധ്യമക്കാരൊക്കെ വാട്സാപ്പിലാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലായി. എവിഡൻസ് വേണ്ടേ? വല്ല എഴുത്തുണ്ടോ? എന്നോട് എന്റെ അറിവിൽ എന്റെ സാന്നിധ്യത്തിലുണ്ടായിട്ടില്ല. നോക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടിയിലും ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോടെ നിൽക്കേണ്ട. ഈ സർക്കാരിന്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പാർട്ടിയുടെ വാക്താവല്ല. ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ. ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുമല്ല സംസാരിച്ച്, നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടുമല്ല സംസാരിച്ച്. ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. അഥവാ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 100% പിന്തുണ കൊടുക്കുന്നു. പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ്. സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട്? എനിക്ക് ട്രംപ് പറഞ്ഞതിൽ ഇഷ്ടമായില്ല. 4-5 പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ല ഭാരതത്തിൽ. അപ്പോൾ ഞാൻ സ്പഷ്ടമായി പറഞ്ഞു, സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു, ഇന്റർവ്യൂസിലും പറഞ്ഞു. ഇനി വേറെ എന്താണ്? നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? പറയൂ. ഈ താക്കീത് ചെയ്തു എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികരിച്ചു. ഇന്ന് കെ മുരളീധരനൊക്കെ പറഞ്ഞു താക്കീത് ചെയ്തെങ്കിൽ അത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഈ മീറ്റിംഗിൽ. അപ്പോൾ എവിടെയാണ് ഇത് സംഭവിച്ചത്? ഒരു പക്ഷേ വേറെ വല്ല അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു വേദിയിൽ അതും പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഇന്നും വൈഷമ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ചോദിക്കാതെ എടുത്തു മാറ്റിയെന്നും ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് നേതൃത്വം വഹിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇന്ന് അദ്ദേഹം വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട്. അതെയല്ലേ? അല്ല, ഈ കാര്യങ്ങളൊക്കെ ഇത് നേതൃത്വത്തിന് തീരുമാനമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കൊടുത്തു. അത് കഴിഞ്ഞ് തീരുമാനം എടുക്കുന്ന ചുമതല എൻ്റെ അല്ല, ഹൈക്കമാൻഡിൻ്റെയാണ്. അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കട്ടെ. ഞാൻ കൊടുക്കാനുള്ള അഭിപ്രായം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് വീണ്ടും സംസാരിച്ച് ഞാൻ വലിയ കാര്യം കാണും. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് താങ്കളടക്കമുള്ള എം പിമാരുമായി കൂടിയാലോചിച്ചിരുന്നു? അല്ല, എൻ്റെ അറിവിൽ പലവരെയും ഓരോന്നായി ടെലിഫോൺ ചെയ്തു. രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചു ഫോണിൽ. എന്നെ മാത്രമല്ല പലവരും വിളിച്ചു. എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ അഭിപ്രായം കൊടുത്തിട്ടുണ്ടാവും. നോക്കൂ, എൻ്റെ ഹാപ്പിനെസ് എന്താ വിഷയം? ഇതൊരു പാർട്ടി നേതൃത്വം തീരുമാനിക്കും. നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു സംശയമില്ല. ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം. അത് പുതുമുഖങ്ങൾ നിൽക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ ആവശ്യമുള്ള പിന്തുണ കൊടുക്കാൻ നമ്മൾ എപ്പോഴും ബാക്കി ഭാരവാഹികളെ തീരുമാനിക്കുമ്പോഴും കൂടിയാലാണ് വേണ്ടേ? ഇനിയിപ്പോ DCC അധ്യക്ഷന്മാരെ മാറ്റണം, KPCC ജനറൽ സെക്രട്ടറി ചില മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. അതൊരു സംസാരമൊക്കെ ഉണ്ടാവണം. പക്ഷെ ഇതുവരെ ആ പ്രോസസ്സ് ആരംഭിച്ചിട്ടില്ല എൻ്റെ അറിവിൽ. ഞാൻ നോക്കൂ, ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥമില്ല. ചില ചോദ്യങ്ങൾ നിങ്ങൾ നേതൃത്വത്തോട് ചോദിക്കൂ. അവരുടെ ചുമതലയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ തീരുമാനിക്കട്ടെ കേട്ടോ. തരൂർജി എന്ത് പറഞ്ഞാലും വിവാദമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടി പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ തരൂർജി? അങ്ങനെ എന്തെങ്കിലും പാർട്ടിയൊന്നും നിങ്ങളെല്ലാവരും മാധ്യമ സുഹൃത്തുക്കളോ എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു വലിയൊരു വിവാദക്കാരനല്ല കേട്ടോ. എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവാദമാണെന്ന് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ വർഷങ്ങളായിട്ട് 29 വർഷം ഐക്യരാജ്യസഭയ്ക്ക് വേണ്ടി ഞാൻ മാധ്യമയോട് സംസാരിക്കുമ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. ശരി, ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇംഗ്ലീഷിൽ ചൊല്ലുന്നുണ്ട്, വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. എന്നെ കാണുന്നു, എന്നോട് ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി പറഞ്ഞു. സത്യസന്ധമായി ഞാൻ പറയുള്ളൂ. എനിക്ക് വേറെ ഒന്നും അഭിപ്രായമില്ല. ചില കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക ബുദ്ധിമുട്ടും സംസാരിക്കില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അത് അവരോട് ചോദിക്കൂ. അവരോ ആര് എന്നെ അറിയിച്ചിട്ടില്ലല്ലോ ആരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ചോദിക്കാൻ നമ്മൾ എന്താണ് സംഗതി കേട്ടോ. പക്ഷേ ഈ പാർട്ടി മീറ്റിങ്ങിൽ നല്ല ചർച്ചയായിരുന്നു. ഇതിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ ആയിരുന്നില്ല ചർച്ച. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ എനിക്ക് ഈ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം എത്താൻ വേണ്ടി അവസാനത്തെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഞാൻ ഇറങ്ങി. അത് ആ സമയത്തിന് ഒരു 6:35 ഇറങ്ങിയത്. അതുവരെ 4:30 മണിക്ക് ആരംഭിച്ച മീറ്റിങ്ങിൽ
ഇങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ല കേട്ടോ. താങ്ക്സ് വെരി മച്ച്. ശശി തരൂർ MP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ടായിരുന്നു. അത് പാർട്ടി നിലപാടിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ യോഗത്തിൽ അദ്ദേഹത്തെ താക്കീത് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല, ആരും തന്നെ താക്കീത് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ പറഞ്ഞത് തന്റെ അഭിപ്രായമാണ്. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. താൻ പറഞ്ഞത് വ്യക്തിപരമായി തന്റെ അഭിപ്രായമാണ്. താൻ പാർട്ടിയുടെ വക്താവല്ല എന്നാണ് ശശി തരൂർ പറയുന്നത്.